ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര എൻ്റെ ഇളയമ്മമാരുടെ വീട്ടിലേക്കാണ്. എൻ്റെ ഉപ്പയുടെ 3 പെങ്ങന്മാർ കൊട്ടിയൂരാണ് താമസിക്കുന്നത്. കൊട്ടിയൂർ അടയ്ക്കാത്തോടൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി വരാമെന്നോർത്തു. അവധിക്ക് വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് പോവേ. അങ്ങനെ അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ്. അങ്ങനെ ലൈം സോഡയൊക്കെ കുടിക്കുവാണ്. ഇതാ ഇപ്പം ഒരിളയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടത്തേക്ക് വണ്ടി തിരിച്ച് കയറുവാണ്. അങ്ങനെ ഇതാ വീട് എത്തിയിട്ടുണ്ട്. ഇതാ ഒരു കോളേജിൻ്റെ മുന്നിൽ തന്നെയാണ് വീട്. കൊട്ടിയൂരമ്പലമൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് തണ്ണിമത്തനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് തറവാട് വീടിൻ്റെ അവിടെ റംബൂട്ടാൻ നിറയെ പഴുത്ത് കിടക്കുന്നുണ്ട്. അവരെ തറവാട് വീടിൻ്റെ അവിടെ ഇളയമ്മയുടെ. അപ്പോൾ അവിടെ പോയി റംബൂട്ടാനൊക്കെ പറിച്ച് കഴിക്കും എല്ലാവരും. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാവരും കുറേ പറിച്ച് കയ്യിലെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇത് അനിയത്തിയുടെ കയ്യിലൊക്കെ ഒത്തിരി ഉണ്ട്, പഴുത്തത് പറിച്ചെടുത്തിട്ടുണ്ട്. അവളിങ്ങനെ കാണിച്ചു തരുവാണ്. നാത്തൂൻ്റെ കയ്യിലാണെങ്കിൽ അവളും ഒത്തിരി പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അനിയത്തിയുടെ ഭർത്താവ് ഇതാ ഏണി വെച്ച് കയറിയിട്ടുണ്ട്. ഞാനപ്പോൾ കളിയാക്കുക, ഏണി വന്നപ്പോൾ വീഴാൻ പോകുന്ന പോലെ അഭിനയിച്ച് കാണിക്കുവാണ്. ഇതാ ഒരാൾ മേളിൽ കയറിയിരിപ്പുണ്ട്. വീടിൻ്റെ മേളിൽ കൂടെ കയറിപ്പോയി അവിടുന്ന് ഇരുന്ന് പറിച്ച് കഴിക്കുവാണ്. പിന്നെ ഇത് അപ്പോൾ ഉണ്ട് ഉള്ളിപ്പൂവ്. പണ്ട് ഇതൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഉള്ളിപ്പൂവാണ്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഇനിയിപ്പം പുഴ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ പറമ്പ് തന്നെയാണിത്. അതിൻ്റെ താഴെയായിട്ട് പുഴയുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. പോകുന്ന വഴി റബ്ബറും പിന്നെ കൂവയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ പുഴ ഉരുൾ പൊട്ടി അവിടെ മൊത്തം ഇങ്ങനെ കല്ലൊക്കെ വന്നടിഞ്ഞ് വെള്ളം കുറവാണ്. ഇപ്പം വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. ഇത് ഉരുൾ പൊട്ടി വന്ന കല്ലാണ്. ഇവരെ പറമ്പിലൊക്കെ പിന്നെ മഴ വരുന്ന സമയത്തൊക്കെ വെള്ളം കയറി. ഇതാണ് ഇളയമ്മ. അങ്ങനെ ഇതാ ആഫ്നിമോനൊക്കെ ഇതേ പുഴയിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഉമ്മായും പിന്നെ ആങ്ങളമാരൊക്കെ ഇതേ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചേ വെള്ളമുള്ളൂ, നല്ല വെയിലായതുകൊണ്ട് ഞാനിങ്ങനെ മാറി നിൽക്കുവാണ്. പിന്നെ ഇത് അനിയത്തിയുടെ കെട്ടിയവൻ അവിടെ മാങ്ങ ഒത്തിരി വീണ് കിടപ്പുണ്ടായിരുന്നു. നല്ല മാങ്ങാപ്പഴമാണ്. അതൊക്കെ പെറുക്കിയെടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ കൂവ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഇളയമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവരടയ്ക്കാത്തോടാണ്. അങ്ങനെ അവിടെ വന്ന് എല്ലാവരും അവിടെ കയറിയിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പം ഉച്ചയായപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്ന് നല്ല വിശന്ന് പോയായിരുന്നിട്ട് ബിരിയാണിയൊക്കെ കഴിക്കുവാണേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇളയമ്മയുടെ ഇളയ മോന് ഭയങ്കര നിർബന്ധം നമ്മളെയും കൂട്ടി അവിടെ പുഴയൊക്കെ പോകണമെന്നേ. അങ്ങനെ ഇപ്പം പുഴയിലൊക്കെ വന്നതാണ്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അതുകൊണ്ട് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല. 4:30 ആയിരുന്നു ആ സമയത്തെ. പിന്നെ അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, ഭയങ്കര പാടാണ്. വെള്ളമൊക്കെ കുറവാണിപ്പം. ഇത് ഫോറസ്റ്റുകാർ പോകുന്ന പാലാണ്. അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. പിന്നെ ഇറങ്ങാനൊന്നും പറ്റൂല. എല്ലാവരും ഇങ്ങനെ വെറുതെ അവൻ്റെ നിർബന്ധത്തിന് പോയതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അവിടുന്ന് ഇങ്ങനെ. പിന്നെ കാണാൻ നല്ല രസമാണ്. അപ്പുറത്തൊക്കെ നല്ല ഇതുണ്ട്, ഫോറസ്റ്റൊക്കെ നല്ല കാണാനൊക്കെ അടിപൊളിയാണ്. ചെറിയൊരു ഏണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൂടെ കുറേ പേര് ഇറങ്ങിപ്പോയി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ റിസ്ക്കാണ് അതിൽ ഇറങ്ങിപ്പോകാനൊക്കെ. ഇതിപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മൂത്ത ആങ്ങളയുടെ ഭാര്യ ഇത് വണ്ടി ഓടിക്കുന്നുണ്ട്, ജീപ്പ്. അവൾ ജീപ്പൊക്കെ ഓടിക്കുവേ. അങ്ങനെ അവളുടെ പരീക്ഷണമാണ്, ഡ്രൈവിംഗ് പരീക്ഷണമാണ്. ശരിക്കും ഓടിക്കാനായിട്ടില്ല, എന്നാലും ഒന്ന് എടുത്ത് നോക്കുവാണ്. ജീപ്പ് ഓടിച്ച് അങ്ങോട്ട് പോവുകയാണ് അവളെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ കാണാൻ വേണ്ടി പോയി. അവിടെയൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പോയി. ഇത് മൂത്ത ആങ്ങളെയും ഭാര്യയും മക്കളുമാണ്. അവർ ജീപ്പിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇത് ഇളയമ്മയുടെ മൂത്ത മോനാണ്. അങ്ങനെയൊക്കെ ഇതാ വ്യൂ ഒക്കെ കണ്ട്
പിന്നെ വന്നു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അന്നപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മുറിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കേക്കൊക്കെ മുറിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ മോന്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പിന്നെ മൂന്നാമത്തെ ഇളയമ്മയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അവിടേക്ക് പോവുകയാണ്. ഇതാണ് ഇളയമ്മയുടെ വീട്. ഇത് ഇളയ പെങ്ങളാണ്, എൻ്റെ ഉപ്പയുടെ ഇളയ പെങ്ങളാണ്. അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചതിനുള്ള പരിഭവം പറച്ചിലാണ്. ഇപ്പം രാവിലെ വന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ വന്ന ഉടനെ ചായയൊക്കെ വെച്ച് തന്ന് അതൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ രാത്രിയത്തേക്കുള്ള ഫുഡ് ഇവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും കപ്പയും ചപ്പാത്തിയൊക്കെ, അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ മോളുടെ പാട്ടൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഇളയമ്മയുടെ രണ്ടാമത്തെ മോളാണ്. എന്നാലും നമ്മിൽ നിറയുമരതാരം മരതകമഞ്ചും നീളമിഴികളിൽ കിനാക്കളോ മരതകമഞ്ചും നീളമിഴികളിൽ കിനാക്കളോ ചന്തത്തവരിന്നത്തോട് ചെന്നപ്പളവായി ചിന്തപ്പുകളും മത്തിരി ഹിമ്മത്തരമായി എല്ലാം എൻ്റെ ത്വാഹ സ്തുതിച്ചൊല്ലാം ഇന്ന് വാവാ മുത്തയ്യ കൺമണി റസൂല നന്മ നിലാവെൻ്റെ വസീല ജയമരുളുമാകെ ദീപമെൻ്റെ ജീവിതജാല. ഇനി അവിടുന്ന് രാത്രി 12 മണിയൊക്കെ ആയപ്പം അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഒത്തിരി നിർബന്ധിച്ച് അവിടെ ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും വിട്ടു. അങ്ങനെ മടുത്ത് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇപ്പം 12:30 ആയിട്ടുണ്ട് സമയം. വീട്ടിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.